പിന്നെ ഇനി നമുക്ക് പഠിക്കേണ്ടത് നെറ്റ്വർക്ക് കമ്പോണൻസ് ആണ്. നെറ്റ്വർക്കിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ നമ്മൾ ഏതാണ്ട് കുറച്ചൊക്കെ പറഞ്ഞു. PC, റൗട്ടർ, സ്വിച്ച് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ചെറുതായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ പണ്ടൊക്കെ ഏറ്റവും ബേസിക്കായിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഒരു ഡിവൈസാണ് മോഡം. ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഡിവൈസുകളുടെ ചിത്രം, അതുപോലെ തന്നെ അതിൻ്റെ പേരും. ഇപ്പോൾ നോർമൽ നെറ്റ്വർക്കിങ്ങിനകത്ത് ഈ ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പലുകളാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ സിമ്പൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ, PC എന്നുള്ള ഒരു പേരുണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ അതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ചിത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫോണ്, കാര്യങ്ങളൊക്കെ, കസ്റ്റമർ, ഓഫീസ്, ഹോം എന്നൊക്കെ, ബിൽഡിംഗ് ഒക്കെ മനസ്സിലാവും. പിന്നെ സ്വിച്ചുകൾ, ഇപ്പോൾ ഇതിനകത്ത് കാണാൻ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റൂലേ, ഈ മൗസ് കാണുന്നുണ്ടല്ലേ, സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്ലോക്ക് കാണാം, ഒരു സ്ക്വയറായിട്ട് 4 ഭാഗത്തോട്ടും ആരോക്കിയൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ കാണാം. അത് സ്വിച്ചിൻ്റെ ഒരു സിമ്പിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിമുലേഷൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വിച്ച് എന്ന് പറഞ്ഞ് ഡ്രാഗ് ചെയ്താൽ ഈ ഒരു സിമ്പിളായിരിക്കും അവിടെ കാണിക്കുക. അതുപോലെ റൗട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൗട്ടർ ഈ ഡിവൈസ് സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അവിടെ കാണിക്കുക. അതിനകത്ത് 2 ആരോയ്ക്ക് പുറത്തോട്ടും 2 ആരോയ്ക്ക് അകത്തോട്ടും വരുന്നൊരു സിമ്പിളാണുള്ളത്. അപ്പോൾ അത് ഡാറ്റ മൂവ് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സെർവർ, ISDN സ്വിച്ച്, ഇതൊന്നും നമ്മളങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യമായിട്ടും സ്വിച്ച്, റൗട്ടർ, പിന്നെ ബ്രിഡ്ജ്, PC, പിന്നെ ഹബ്ബ്, മോഡം, ഇതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക്, ക്ലൗഡ്, ബിൽഡിംഗ് ഒന്നും നമ്മൾ നോർമലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാണ്ട് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഡിവൈസിൽ ഫസ്റ്റ് മോഡാണ് മെയിനായിട്ടുള്ള ഒരു കമ്പോണൻറ്റ് ഇൻ്റർനെറ്റിനകത്ത് വരുന്നത്. മോഡെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നുള്ള ഒരു വർക്കാണ് മോഡത്തിനകത്ത് നടക്കുന്നത്. ഓക്കെ, മോഡം ഈസ് ദ ഷോർട്ട് ഫോർ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. It is a hardware component that allows a computer or other device such as a router or switch to connect to the internet. ഇപ്പോൾ ഒരു ഡിവൈസിനെ, കമ്പ്യൂട്ടർ ആയാലും റൗട്ടർ ആയാലും, ആ ഒരു ഡിവൈസിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റാനും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്കറിയാം യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലാണ്. പക്ഷേ ആ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ കേബിൾ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് അനലോഗ് സിഗ്നലാക്കി മാറ്റിയതിന് ശേഷമാണ്. അപ്പോൾ ഇറ്റ് കൺവേർട്സ് ഓർ മോഡുലേറ്റ്സ് an analog signal from a telephone or cable wire to digital data, അതായത് സീറോകളും വണ്ണുകളും, that a computer can recognize. ഇപ്പോൾ ടെലിഫോൺ ലൈനകത്തു നിന്ന് വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റിയിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. അതാണ് മോഡുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സിമിലർലി ഇറ്റ് കൺവേർട്സ് ഡിജിറ്റൽ ഡാറ്റ ഫ്രം കമ്പ്യൂട്ടർ ഓർ അതർ ഡിവൈസ് into analog signal that can be sent over the standard telephone lines. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റിയിട്ട് ആണ് ടെലിഫോൺ വഴി മുമ്പൊക്കെ സിഗ്നൽ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പത്തെ കാലത്ത് ഈ ഹൈ ലെവലായിട്ടുള്ള റൗട്ടറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഡയലപ്പ് കണക്ഷൻ വെച്ചിട്ടായിരുന്നു മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്പോണൻ്റാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന മോഡം എന്ന് പറയുന്ന ഡിവൈസ്. ഇത് കമ്പ്യൂട്ടറിനകത്ത് PCI സ്ലോട്ടിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അല്ലാതെ USB ടൈപ്പിൽ വരുന്ന മോഡമുണ്ട്,
അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ യൂസ് ചെയ്യുന്ന മോഡം വരുന്നുണ്ട്. ദ ഫസ്റ്റ് മോഡം വേർ ഡയലപ്പ്. അതായത് ഫസ്റ്റ് ഇതിനകത്ത് ശരിക്കും ഒരു ഡയലിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ടെലിഫോണിലൊക്കെ ഡയൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഡയലിംഗ് സിസ്റ്റം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ വഴി ഈ മോഡത്തിലേക്കാണ് ശരിക്കും നമ്മൾ ടെലിഫോൺ കേബിൾ കൊടുക്കുന്നത്. ഓക്കെ, ടെലിഫോണിൻ്റെ ഒരു ഇൻ ഉണ്ടാവും, ഒരു ഔട്ട് ഉണ്ടാവും. ഓക്കെ, ഇൻപുട്ട് ഇവിടെ വരും, ഔട്ട്പുട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ ടെലിഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവൈസ് എന്താ ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള കമ്പനികളിലേക്ക് ഡയൽ ചെയ്യും. നമ്പർ ഡയൽ ചെയ്തിട്ട് അവിടുന്ന് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മുടെ കയ്യിൽ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടാവും, ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടുള്ള. അപ്പോൾ ആ കാർഡിൻ്റെ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവും ഈ സോഫ്റ്റ്വെയറിനകത്ത്. അപ്പോൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് വെരിഫൈ ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് സർവീസ് കൊടുക്കും, ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ഈ മോഡം വഴിയാണ് വരുന്നത്. ഓക്കെ, നോർമൽ കേബിൾ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് അനലോഗും ഡിജിറ്റലും സിഗ്നൽ, ഇൻ്റർനെറ്റിൻ്റെ സിഗ്നൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രശ്നം എന്താണ്, നമ്മുടെ ആ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ടെലിഫോൺ ലൈനിൽ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റ് ആവും. അങ്ങനെ ഒരു പ്രോബ്ലം പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ദ ഫസ്റ്റ് മോഡം വെർ ഡയലപ്പ്, മീനിങ് ദേ ഹാഡ് ടു ഡയൽ എ ഫോൺ നമ്പർ ടു കണക്ട് ടു ആൻ ISP. ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ദീസ് മോഡംസ് ഓപ്പറേറ്റ് ഓവർ സ്റ്റാൻഡേർഡ് അനലോഗ് ഫോൺ ലൈൻസ് ആൻഡ് യൂസ്ഡ് ദ സെയിം ഫ്രീക്വൻസീസ് ആസ് ടെലിഫോൺ കോൾസ്, വിച്ച് ഈസ് ലിമിറ്റഡ് ദെയർ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് 56 kbps. ഇപ്പോൾ ടെലിഫോൺ ലൈനിൻ്റെ ഫ്രീക്വൻസി 56 kbps ആയിരുന്നു. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന വോയിസ് കോളും അതുപോലെ തന്നെ ഡാറ്റയും എല്ലാം ഈ ഒരു സ്പീഡിലായിരുന്നു ഡാറ്റ ട്രാൻസ്ഫർ നടന്നിരുന്നത്, അതായത് 56 kbps. അതൊരു മോഡത്തിൻ്റെ സ്പെസിഫിക്കേഷനും കൂടിയാണ്. നമ്മൾ മോഡം പറയുമ്പോൾ 56 kbps മോഡം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാനല്ല, ഇതിന് ബെനിഫിറ്റ് ഒന്നുമില്ല. DSL എന്താണ് ഡയലപ്പ് മോഡത്തിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ പണ്ടത്തെ കാലത്ത് അത് മാത്രമായിരുന്നു ഒരു വഴി ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മോഡേൺ മോഡംസ് ആർ ടിപ്പിക്കലി DSL ഓർ കേബിൾ മോഡംസ് വിച്ച് ആർ കൺസിഡേർഡ് ബ്രോഡ്ബാൻഡ് ഡിവൈസ്. DSL modems operates over the standard telephone lines but use a wider frequency range. This allows higher data transfer rate than the dial-up modems and enables them to not to interface with the phone calls. അപ്പോൾ DSL മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് DSL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സാധാരണ മോഡത്തിനേക്കാളും കൂടുതൽ ബ്രാൻഡ് വിഡ്ത്ത് കൂടുതലുള്ളതാണ്. അപ്പോൾ ഡാറ്റ വോയിസുമായിട്ട് മിക്സ് ആവില്ല. ഓക്കെ, ഫ്രീക്വൻസി റേഞ്ച് കൂടുതലുള്ളതുകൊണ്ട് വോയിസ് വോയിസ് സിഗ്നലുമായിട്ട് ഇൻ്റർനെറ്റ് സിഗ്നൽ മിക്സ് ആവത്തില്ല. DSL മോഡം രണ്ടും ടെലിഫോൺ ലൈൻ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി റേഞ്ച് കൂടുതലുള്ളതുകൊണ്ട് കോള് വന്നു കഴിഞ്ഞാലും കോളിൻ്റെ ഫ്രീക്വൻസിയും ഇൻ്റർനെറ്റിൻ്റെ ഫ്രീക്വൻസിയും വ്യത്യാസമുള്ളത് കൊണ്ട് ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റ് ആവില്ല. ഓക്കെ, അത് DSL മോഡത്തിനകത്ത് കേട്ടോ. DSL മോഡം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ആ ലൈനിലോട്ട് കോള് വന്നു കഴിഞ്ഞാൽ നെറ്റ് ഡിസ്കണക്റ്റ് ആവില്ല. ഒരു മോഡത്തിൻ്റെ ഏതാണ്ടൊരു കണക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വാൾ സോക്കറ്റിനകത്തുനിന്ന് കറണ്ട് കൊടുത്തിട്ടുണ്ട് റൗട്ടറിലേക്ക്. അതേപോലെ തന്നെ ടെലിഫോൺ ലൈന് അതിൻ്റെ ലൈന് വരുന്നത് ചുമരിൻ്റെ മുകളിൽ നിന്ന് നേരിട്ട് റൗട്ടറിലേക്ക് വരും. ഈ റൗട്ടറല്ല മോഡം കേട്ടോ. ഈ കറണ്ട് മോഡത്തിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടെലിഫോൺ ലൈനും മോഡത്തിൽ കൊടുത്തിട്ടുണ്ട്. മോഡത്തിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്
ഒരു ഡിജിറ്റൽ ഇൻ്റർനെറ്റ് സിഗ്നൽ വരും. ഇൻ്റർനെറ്റാണ് വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട്. അത് നമ്മളൊരു റൗട്ടറിലോട്ട് കൊടുക്കും. ഓക്കെ, ഈ റൗട്ടറിനകത്തുനിന്ന് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കേബിൾ വഴിയോ അല്ലെങ്കിൽ വയർലെസ് വഴിയോ മറ്റുള്ള കമ്പ്യൂട്ടറിലേക്കും മൊബൈലിലേക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ റൗട്ടറുകൾ മോഡം കണക്ട് ചെയ്യുന്നത്. ഇപ്പോഴും മോഡം ഉണ്ട്, പക്ഷെ എന്താണ് ബ്രോഡ്ബാൻഡ് മോഡം അല്ലെങ്കിൽ ADSL മോഡം എന്ന് പറയും. ഓക്കെ, DSL മോഡം, ADSL മോഡൽ എന്നൊക്കെ പറയും. അപ്പോൾ ഈ രീതിയിലാണ് റൗട്ടറും മോഡവും കണക്ട് ചെയ്യുക. മോഡത്തിലേക്ക് നേരിട്ട് ടെലിഫോൺ ലൈനാണ് വരുന്നത്. അതുപോലെ തന്നെ മോഡത്തിലേക്ക് പവറും വരുന്നുണ്ട്. മോഡത്തിൻ്റെ ഔട്ട്പുട്ട് റൗട്ടറിലേക്ക് കൊടുക്കും. റൗട്ടറിൻ്റെ അകത്തുനിന്ന് വീണ്ടും കേബിൾ വഴിയായോ അല്ലെങ്കിൽ വയർലെസ് വഴിയായോ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും. ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫയർവാൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇൻ്റർനെറ്റിന് വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നെറ്റിൽ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതും വേണ്ടാത്തതായ കാര്യങ്ങളൊക്കെ നെറ്റിലുണ്ടാവും. അപ്പോൾ ഈ ഫയർവാൾ എന്ന് പറയുന്ന സംഭവം രണ്ട് രീതിയിലുണ്ട്. മെയിനായിട്ട് രണ്ട് രീതിയിൽ. അതായത് ഒന്ന് ഡിവൈസായിട്ട്, ഫിസിക്കൽ ഡിവൈസായിട്ട് വരുന്നുണ്ട്, അല്ലാതെ ആപ്ലിക്കേഷനായിട്ടും വരുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഫയർവാളും ഉണ്ട്, ഹാർഡ്വെയർ ഫയർവാളും വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും വർക്ക് എന്താണ്? ഇൻ്റർനെറ്റിന് നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഹാംഫുൾ ആയിട്ടുള്ള അറ്റാക്കിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫയർവാളിൻ്റെ ഉപയോഗം. A firewall is a network security device that monitors incoming and outgoing network traffic and permit or block data packets based on a set of security rules. അപ്പോൾ ഈ ഒരു റൗട്ടറിനകത്ത് നമ്മൾ എന്താണ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ രീതിയിൽ ഫയർവാളിനകത്തുണ്ട് കുറേ പ്രോട്ടോക്കോൾസ്. ഓക്കെ, ഈ പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ റൂൾസ് പ്രകാരം കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് അലോ ചെയ്യാം, ഏതൊക്കെ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഈ ഫയർവാളിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫാൾട്ടായിട്ട് കുറേ സെറ്റിങ്സ് എല്ലാ ഫയർവാളിനകത്തും വരും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിള് ഡയഗ്രം എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ മൊത്തം ഇൻ്റർനെറ്റിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയും ഈ റൗട്ടറിൻ്റെയും ഇടയിലായിട്ട് ആണ് ഫയർവാൾ വരുന്നത് അല്ലേ? ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന നമ്മളെ റൗട്ടർ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഇടയിലായിട്ടാണ് ഫയർവാൾ വരുന്നത്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താണ് ഡാറ്റകൾ ഈ ഫയർവാൾ കടത്തിവിടില്ല. സേഫും സെക്യൂറും ആയിട്ടുള്ള സിഗ്നലിന് മാത്രമാണ് ഈ ഫയർവാൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള അറ്റാക്കുകൾ, അതായത് വൈറസുകൾ, മാൽവെയറുകളൊക്കെ ഈ ഫയർവാൾ ബ്ലോക്ക് ചെയ്യും. അതിനുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ റൂൾസ് ഈ ഫയർവാളിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ക്ലയൻറ്റ് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിൻ്റെ വൈറസ് അറ്റാക്കിൽ നിന്നും സേഫ് ആയിരിക്കും. അതാണ് ഈ ഫയർവാളിൻ്റെ ഉപയോഗം. ഓക്കെ, ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ബാരിയർ ബിറ്റ്വീൻ യുവർ internal network and incoming traffic from external sources such as internet in order to block malicious traffic like virus and hacker. ഓക്കെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇൻ്റർനെറ്റിൽ നിന്നും വൈറസും ഹാക്കറുകളൊക്കെ വന്നാൽ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഫയർവാൾ കെയർഫുള്ളി അനലൈസ് ഇൻകമിംഗ്
traffic source based on pre-established rules and filter traffic coming from unsecured or suspicious sources to prevent attack. അപ്പോൾ ഓരോ ഫയർവാളിനകത്തും എന്താണ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഉണ്ടാവും. ഓക്കെ, നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് പ്രകാരം സെക്യൂർ ആയിട്ടുള്ള സിഗ്നലിൽ മാത്രമാണ് ഫയർവാള് പാസ് ചെയ്യത്തുള്ളൂ കമ്പ്യൂട്ടറിലോട്ട്. അത് എപ്പോഴും ഇങ്ങനെ ഇൻ്റർനെറ്റിനകത്ത് റൗട്ടറിലൂടെ വരുന്ന, അതായത് റൗട്ടറിലേക്ക് വരുന്ന സിഗ്നലിനെ എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം സേഫ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം കമ്പ്യൂട്ടറിലോട്ട് വിടും. ഫയർവാൾ ഗാർഡ് ട്രാഫിക് അറ്റ് കമ്പ്യൂട്ടേഴ്സ് എൻട്രി പോയിന്റ് കോൾഡ് പോർട്ട്, which is where information is exchanged with external devices. അപ്പോൾ ഈ പോർട്ടുകളിലാണ് ഈ ഫയർവാള് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓരോ സോഫ്റ്റ്വെയറിനും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോതായ പോർട്ടുണ്ട്. ഇമെയിലിന് ഒരു പോർട്ടുണ്ട്, വെബ്സൈറ്റിന് വേറൊരു പോർട്ടുണ്ട്, പിന്നെ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റേതായ പോർട്ടുകളുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സോഴ്സ് അഡ്രസ് 172.18.1.1 ഈസ് അലൗഡ് ടു റീച്ച് ഡെസ്റ്റിനേഷൻ 172.18.2.1 ഓവർ പോർട്ട് 22. ഈ ഒരു ഒരു കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ 172.2.1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 172.18.1.1 എന്ന് 2.1 ഒരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പോർട്ട് നമ്പർ സ്പെസിഫൈ ചെയ്യൂലേ. നമ്മൾ ട്രാൻസ്പോർട്ടർ ലെയറിൽ നമ്മൾ പറഞ്ഞു, ഡാറ്റ ലിങ്ക് ലെയർ, ഓരോ ലെയറിലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു. IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട്, MAC അഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോർട്ട് അഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോർട്ടുകളിലാണ് ഈ ഫയർവാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓരോ കമ്പ്യൂട്ടറിൻ്റെയും ഓരോ ആപ്ലിക്കേഷൻ്റെയും അല്ലെ എന്താണ് പോർട്ട് നമ്പറുകളിൽ ആണ് ഫയർവാള് സെക്യൂരിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു അൺവാണ്ടഡ് ഡാറ്റയാണ് വരുന്നതെങ്കിൽ ഈ പോർട്ട് 22 അതിനകത്തോട്ട് പെർമിഷൻ കൊടുക്കത്തില്ല. ഫയർവാള് ഈ പോർട്ട് 20 റൂള് പ്രകാരം എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റയെ പാസ് ചെയ്യത്തില്ല ഈ പോർട്ട് വഴി. ഓക്കെ, അപ്പോൾ ഈ പോർട്ടാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ എൻട്രി പോയിന്റ്. ഇൻ്റർനെറ്റുമായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു എൻട്രി പോയിൻ്റാണ് ഈ പോർട്ടുകൾ. അപ്പോൾ പോർട്ട് വഴി പോയാൽ മാത്രമാണ് കമ്പ്യൂട്ടറിനകത്തോട്ട് പോകത്തുള്ളൂ ഡാറ്റ. അതുകൊണ്ടാണ് ഈ നമ്മൾ ചില സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും, പ്രോക്സി സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യും. അതായത് ചില പോർട്ടുകൾ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലാണെന്നുള്ള ലൊക്കേഷനൊക്കെ ശരിക്കും കാണിക്കും. ഇപ്പോൾ ചില സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഐഡൻറ്റിറ്റി ലൊക്കേഷൻ തന്നെ മാറ്റാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടർ US-ലാണ് അല്ലെങ്കിൽ UK-ലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ലൊക്കേഷൻ അഡ്രസ്സൊക്കെ മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അത് അങ്ങനെ ഏതെങ്കിലും പോർട്ടുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ട് വഴി ചിലപ്പോൾ വൈറസൊക്കെ കമ്പ്യൂട്ടറിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പോർട്ടായിട്ട് കണക്ട് ചെയ്യും എന്താണ് കളിക്കുന്ന സമയത്ത് എന്താണ് ആവശ്യമില്ലാതെ മറ്റുള്ള പോർട്ടുകളൊന്നും ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. ഓക്കെ, പ്രോക്സി സോഫ്റ്റ്വെയറുകളൊക്കെ ചില പോർട്ടുകളിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അറിയാതെ അതിൽ കളിക്കാൻ പാടില്ല. അപ്പോൾ ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഐഡിയ ആയി വിചാരിക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെ പോർട്ടുകളിൽ വെച്ച് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ കമ്പ്യൂട്ടറിലോട്ട് അറ്റാക്കറോ അല്ലെങ്കിൽ ഹാക്കറിനെ കടന്നു വരാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്യും. അതിനുള്ള സെക്യൂരിറ്റി റൂൾസുകളൊക്കെയാണ് ഈ ഫയർവാളിനകത്തുള്ളത്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഫയർവാൾ നോക്കാം, എന്തൊക്കെ ടൈപ്പ് ഫയർവാളാണുള്ളതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒന്ന് സോഫ്റ്റ്വെയർ ഫയർവാൾ ഉണ്ട്, പിന്നെ ഹാർഡ്വെയർ ഫയർവാൾ ഉണ്ട്. സോഫ്റ്റ്വെയർ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ സോഫ്റ്റ്വെയർ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിനകത്തും ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതൊരു സാധാരണ സോഫ്റ്റ്വെയർ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഓരോ കമ്പ്യൂട്ടറിലും ഓരോ ഡിവൈസിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റർ അത് കോൺഫിഗർ ചെയ്യണം. ഓരോ ഡിവൈസും സെപ്പറേറ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യണം. അഡീഷണലി all devices within an intranet may not be compatible with a single software firewall and several different firewalls may be required. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുക, ഒരാൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഒരാൾ വിൻഡോസ് 10 ആണ്, വേറൊരു കമ്പ്യൂട്ടറിൽ വിൻഡോസ് 7 ആണ്, വേറൊരു കമ്പ്യൂട്ടർ മാക്കിൻതോഷ് ആണ്, ആപ്പിൾ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനും വേണ്ടതായിട്ടുള്ള ഫയർവാൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ ഓരോ കമ്പ്യൂട്ടറും സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ, അതായത് ലിനക്സ്, വിൻഡോസ്, അപ്പോൾ ഓരോന്നിനും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വേറെ വേറെ വാങ്ങേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു കോമൺ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ട് എല്ലാ കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലപ്പോൾ അത് കോമ്പാറ്റിബിൾ ആയിരിക്കില്ല. ചിലത് വിൻഡോസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഫയർവാൾ ആയിരിക്കും, അത് ലിനക്സിൽ വർക്ക് ചെയ്യില്ല. ചിലത് ലിനക്സിൽ വർക്ക് ചെയ്യും, വിൻഡോസിൽ വർക്ക് ചെയ്യും, പക്ഷേ മാക്ബുക്കിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യണം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ സോഫ്റ്റ്വെയർ ഫയർവാളിനകത്തുണ്ട്. പക്ഷേ ഹാർഡ്വെയറിനകത്തോ, ഹാർഡ്വെയർ ഫയർവാൾസ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് each with its own computing resources. They act as gateway between internal network and internet, keeping the data packets and traffic requests from the untrusted sources outside the private network. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയർ ഫയർവാൾ സാധാരണയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ, റൗട്ടറിൻ്റെ മുൻഭാഗത്ത് അല്ലേ, കമ്പ്യൂട്ടറിലോട്ട് വരുന്നതിൻ്റെ മുൻഭാഗത്ത് ഇന്റർനെറ്റ് നേരിട്ട് ഫയർവാളിലോട്ട് വന്നു, അതിനുശേഷം റൗട്ടറിലോട്ട് പോയി, പിന്നെയാണ് കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രൊട്ടക്ഷൻ കിട്ടിയതിന് ശേഷമാണ് മറ്റേ കമ്പ്യൂട്ടറിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ബെനിഫിറ്റ് ഇതാണ്, ഹാർഡ്വെയർ ഫയർവാൾ ആണെങ്കിൽ ഓരോ സെപ്പറേറ്റ് കമ്പ്യൂട്ടറിനും സെപ്പറേറ്റ് ഫയർവാളിൻ്റെ ആവശ്യമില്ല, ഇൻ്റർനെറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് ഓരോ കമ്പ്യൂട്ടറിനും സെപ്പറേറ്റ് ഫയർവാളിൻ്റെ ആവശ്യമില്ല. ഇൻ്റർനെറ്റ് വരുന്ന ഭാഗത്ത് തന്നെ ഒരു ഫയർവാൾ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ കമ്പ്യൂട്ടറിനെയും, അതായത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഇതൊരു ഹാർഡ്വെയർ ഫയർവാൾ ആയിരിക്കും. ഓക്കെ, ഹാർഡ്വെയർ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൗട്ടർ, സ്വിച്ച് പോലുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. ഓക്കെ, അതിന് പവർ കൊടുക്കണം, അതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഒരു മദർ ബോർഡ് PCB ഉണ്ടാവും, അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഏതാണ്ട് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള എന്താണ് സെൻട്രലിൽ കാണിച്ചിട്ടില്ലേ, അതേ രീതിയിലുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ഹാർഡ്വെയർ ഫയർവാളും. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർ ഫയർവാളിൻ്റെ വേറൊരു പ്രശ്നം എന്താണ്, ഈ റൗട്ടറിനകത്ത് നമ്മൾ കുറേ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യും, അതായത് ഇൻറ്റേർണൽ നെറ്റ്വർക്കിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിനെ ഈ ഫയർവാൾ ഒന്നും ചെയ്യില്ല. കാരണം ഈ ഫയർവാൾ എന്താണ്, ഗേറ്റിലിരിക്കുന്ന സെക്യൂരിറ്റി പോലെ തന്നെ അല്ലേ, ഒരു ഗേറ്റിൻ്റെ മുകളിലിരിക്കുന്ന സെക്യൂരിറ്റി പോലെ പുറത്തുനിന്നുള്ള അറ്റാക്കിനെ മാത്രമാണ് പ്രൊട്ടക്റ്റ് ചെയ്യും, അകത്ത് വരുന്ന അറ്റാക്കിനെ ഈ ഹാർഡ്വെയർ ഫയർവാൾ ബ്ലോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് നോക്കാം നമുക്ക്. While they block malicious traffic well before it reaches the endpoint, they do not provide security against insider attack. Okay, ഒരു നെറ്റ്വർക്കിനകത്ത് തന്നെയുള്ള അറ്റാക്കിനെ ഈ ഹാർഡ്വെയർ ഫയർവാൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. Therefore, a combination of both software and hardware firewall can provide optimal security to your organization network. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ഹാർഡ്വെയർ ഫയർവാളും വേണം, അതുപോലെ തന്നെ ഓരോ കമ്പ്യൂട്ടറിനും ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർ ഫയർവാളും യൂസ് ചെയ്യണം.
അങ്ങനെയാണെങ്കിലാണ് കറക്റ്റായിട്ട് ഇൻറ്റേർണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള അറ്റാക്കിന്ന് പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ പ്രോക്സി ഫയർവാൾ, an early type of device, firewall device. A proxy firewall server as gateway from one network to another for a specific application. Proxy servers can provide additional functionality such as content caching and security by preventing direct connection from outside network. അപ്പോൾ പ്രോക്സി ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫയർവാൾ ഡിവൈസ് ആയിട്ടും വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ആയിട്ടും വരുന്നുണ്ട്. അത് ശരിക്കും എന്താണ്, സാധാരണ പ്രൊട്ടക്ഷന് പുറമെ കണ്ടന്റ് ക്യാഷിങ്ങും പിന്നെ ഡയറക്റ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് സെക്യൂരിറ്റി ബൈ പ്രിവെൻറ്റിങ് ഡയറക്റ്റ് കണക്ഷൻസ് ഫ്രം ഔട്ട്സൈഡ് നെറ്റ്വർക്ക്. മറ്റ് ഇൻ്റർനെറ്റിൽ നിന്ന് ഡയറക്റ്റുള്ള കണക്ഷൻ ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കണ്ടന്റ് ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രോക്സി സെർവറാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. അത് പക്ഷെ അത്ര സെക്യൂർ അല്ല. പിന്നെ ഈ പ്രോക്സി സെർവർ എന്താണ്, ഒരു ഗേറ്റ് വേ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രം വൺ നെറ്റ്വർക്ക് ടു അനദർ ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ചില ആപ്ലിക്കേഷനൊക്കെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഞാനൊരു വീഡിയോ തന്നിരുന്നു. ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഫയർവാൾ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിനകത്തൊരു ഇൻറ്റേർണൽ ഫയർവാൾ ഉണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ. അല്ലാതെ തേർഡ് പാർട്ടി ഫയർവാൾ ആണെങ്കിൽ അതിനകത്തും നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ബ്ലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ പറ്റും. അതാണ് ഈ പ്രോക്സി ഫയർവാൾ. പിന്നെ ഈ പ്രോക്സി ഫയർവാൾ വർക്ക് ചെയ്യുന്നത് ലെയർ 7-ലാണ്. അതായത് നമ്മൾ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതായത് വെബ്സൈറ്റ്, പിന്നെ അതായത് HTTP, FTP use both stateful and deep packet inspection to detect malicious servers. അപ്പോൾ ഈ പ്രോക്സി ഫയർവാൾ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോക്സി ഫയർവാൾ പാക്കറ്റ് ലെവലിൽ, അതായത് നമ്മൾ ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള പാക്കറ്റ്സ് ലെവലിൽ ഡീപ്പായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് വൈറസിനെയും ഹാക്കറിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ബ്ലോക്ക് ചെയ്യുന്നതും. ഓക്കെ, ഇറ്റ്സ് ബോത്ത് സ്റ്റേറ്റ്ഫുൾ ആൻഡ് ഡീപ്പ് പാക്കറ്റ് ഇൻസ്പെക്ഷൻ. ഓരോ പാക്കറ്റിൻ്റെയും ഹെഡറും സോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും അതിൻ്റെ ഡാറ്റ നോക്കിയിട്ടൊക്കെയാണ് ഈ പ്രോക്സി ഫയർവാൾ അൺവാണ്ടഡ് ഡാറ്റനെ ബ്ലോക്ക് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ NGFW. അപ്പോൾ ഈ ഓരോ ഫയർവാളിനെ പറ്റിയും വളരെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ടാവും. പക്ഷെ നമുക്ക് അത്രയൊന്നും ഡീപ്പായിട്ട് പോകണ്ട. ശരിക്കും NGFWനൊക്കെ പറ്റി ഒരു ദിവസം തന്നെ ക്ലാസ് എടുക്കാൻ അത്രയും ഡീപ്പായിട്ടൊക്കെ പഠിക്കാനുണ്ട് ഈ ഓരോ ഫയർവാളിനെ പറ്റിയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റി നോക്കിയാൽ മതി. ഇപ്പോൾ NGFW നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ combines traditional firewall technology with additional functionality such as encrypted data inspection, intrusion prevention system, antivirus and more. Most notably, it includes deep packet inspection. അപ്പോൾ NGFW നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിനകത്ത് സാധാരണ രീതിയിലുള്ള ബ്ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതല്ലാതെ അഡീഷണലായിട്ട് എന്താണ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ, ആൻറ്റിവൈറസ് ഒക്കെ, ഒരു ബിൽറ്റിൻ ആൻറ്റിവൈറസ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ എന്താണ് എൻക്രിപ്റ്റഡ് ഡാറ്റ ഇൻസ്പെക്ഷൻ, ട്രാഫിക് ഇൻസ്പെക്ഷൻ, അങ്ങനെയുള്ള അഡീഷണൽ ഫങ്ഷൻസ് ഒക്കെ എന്താണ് നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, NGFW എന്ന് പറയുന്നത് സാധാരണ ഫയർവാളിനേക്കാളും സെക്യൂർ ആയിട്ടുള്ള ഫയർവാളാണ്. അതിനകത്തും എന്താണ് ഡീപ്പ് പാക്കറ്റ് ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. DPI ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, NAT.
അതും ഒരു ഫയർവാൾ ആണ്. NAT firewall allows multiple devices with independent network address to connect to the internet using a single IP address, keeping individual IP address hidden. അപ്പോൾ ഒരു ഗ്രൂപ്പ് കമ്പ്യൂട്ടറിനെ ഒരു പർട്ടിക്കുലർ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ അനുവദിക്കുക. ഇപ്പോൾ സാധാരണ എല്ലാ കമ്പ്യൂട്ടറിനും ഒരു ഇൻഡിവിജ്വൽ IP അഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ IP അഡ്രസ്സ് യൂസ് ചെയ്യാതെ ഒരു ഗ്രൂപ്പ് ഈ ഒരു IP അഡ്രസ്സ് ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന് മാത്രമല്ല, ഇതേ IP അഡ്രസ്സ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുകൾക്ക് പോസിബിൾ ആണ്. NAT firewall allows multiple devices with independent network address to connect to the internet using a single IP address. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്പിൾ നെറ്റ്വർക്കിനകത്ത് ഓരോ നെറ്റ്വർക്കിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ടാവും ഓൾറെഡി. പക്ഷേ അവരുടെ IP അഡ്രസ്സിനെ പുറത്ത് കാണിക്കാതെ അവരെല്ലാം കൂടെ അത്രയും കമ്പ്യൂട്ടറുകൾക്ക് ഒരു പർട്ടിക്കുലർ സിംഗിൾ IP അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. As a result, attacker scanning a network for IP address can't capture specific details, providing greater security against attacks. അപ്പോൾ ഒരു അറ്റാക്കർ ഈ IP അഡ്രസ്സ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ റിയൽ ആയിട്ടുള്ള IP അഡ്രസ്സ് കാണിക്കില്ല. പകരം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു IP അഡ്രസ്സാണ് കാണിക്കുക. അത് ഒന്നിൽ കൂടുതൽ ഡിവൈസിൽ പല സ്ഥലത്തുള്ള ആൾക്കാർ, പല നെറ്റ്വർക്കിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സ് ആയിരിക്കും. അതാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് NAT ഫയർവാൾ. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്ഫുൾ മൾട്ടി ലെയർ ഇൻസ്പെക്ഷൻ, SMLI, സ്റ്റേറ്റ്ഫുൾ മൾട്ടി ലെയർ ഇൻസ്പെക്ഷൻ. SMLI firewalls filter packets at the network, transport and application layers, comparing them against non-trusted packets. അപ്പോൾ മൾട്ടി ലെയർ ഇൻസ്പെക്ഷൻ ആണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഓരോ ലെയറിലും, നെറ്റ്വർക്ക് ലെയറിലും, ട്രാൻസ്പോർട്ട് ലെയറിലും, ആപ്ലിക്കേഷൻ ലെയറിലും എന്താണ് വൈറസ് അറ്റാക്കിനെ പറ്റി ഈ ഇൻസ്പെക്ഷൻ നടക്കും. അപ്പോൾ കുറച്ചും കൂടെ സെക്യൂർഡ് ആണെന്ന് അർത്ഥം. ഈ SMLI സ്റ്റേറ്റ്ഫുൾ മൾട്ടി ലെയർ ഇൻസ്പെക്ഷൻ ഫയർവാൾ എന്നുള്ളത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫയർവാളാണ്. ഓരോ ലെയറിലും ഈ പാക്കേജിനെ സ്കാൻ ചെയ്തിട്ട് വൈറസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പം അത്രയാണ് ഫയർവാളിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ ഹബ്ബിനെ പറ്റി ഞാൻ പറഞ്ഞു. എന്താണ്? ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്, ഫിസിക്കൽ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത് ഹബ്ബ്. അപ്പോൾ അതിനകത്ത് വരുന്ന സിഗ്നലിനെ അതേ രീതിയിൽ അത് എന്താണ് ഫോർവേഡ് ചെയ്യാണ് മറ്റുള്ള പോർട്ടുകളിലേക്ക്. ഓക്കെ, ഹബ്സ് ആർ എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഫിസിക്കൽ ലെയർ ഓഫ് ദ OSI മോഡൽ that are used to connect multiple devices in a network. They are generally used to connect computers in a LAN. A hub has many ports in it. A computer which intends to be connected to the network is plugged into the one of the port. ഈ ഹബിനകത്ത് 4 പോർട്ട് 8 പോർട്ട് അത്രയൊക്കെയാണ് വരുന്നത്. 12 പോർട്ട് വരുന്നുണ്ടോ എന്നുള്ള അറിയില്ല. 4 8 കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, 12 വരെയാണ് യൂസ് ചെയ്യുന്നത്. 12 പോർട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 12 കണക്ഷൻസ് ഈ ഒരു ഹബിനകത്ത് പോസിബിൾ ആണ്. അപ്പോൾ ഒരു പോർട്ടിനകത്ത് വരുന്ന ഡാറ്റനെ ബാക്കി 11 പോർട്ടിലും റിഫ്ലക്റ്റ് ചെയ്യിക്കും. ഓക്കെ, ഒരു പോർട്ടിനകത്ത് വരുന്ന സിഗ്നലിനെ മറ്റുള്ള 11 പോർട്ട്, ഇപ്പോൾ 12 പോർട്ടുള്ള ഹബ്ബാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പോർട്ടിലും സെയിം സിഗ്നലിനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അത്രയും ഡിവൈസുകൾക്ക്, അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾക്ക് ആ ഡാറ്റ അക്സെപ്റ്റബിൾ ആണ്. അതിനകത്തുനിന്നും എന്താണ് ഏത് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണോ മാച്ച് ആവുന്നത് ആ കമ്പ്യൂട്ടർ മാത്രമായിരിക്കും ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ A hub has many ports in it.
A computer which intended to be connected to the network is plugged into the one of these ports. When a data frame arrives at a port, it is broadcast to every other port. അല്ലേ, മറ്റുള്ള എല്ലാ പോർട്ടിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും വിത്തൗട്ട് കൺസിഡറിങ് വെദർ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഓർ നോട്ട്. അപ്പോൾ മറ്റൊരു പോർട്ടിലുള്ള കമ്പ്യൂട്ടറിലേക്ക് വേണ്ട ഡാറ്റയാണോ അല്ലയോ എന്ന് നോക്കാതെ വരുന്ന സിഗ്നലിലെ എല്ലാ പോർട്ടിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതാണ് ഹബ്ബ് ചെയ്യുന്നത്. ഇപ്പോൾ ഹബിൻ്റെ ഫീച്ചർ നോക്കാം. A hub operated in the physical layer. Hub cannot filter data. Okay, data ne filter ചെയ്തിട്ട് ഏത് പോർട്ടിലേക്കാണ് എന്നുള്ള കാര്യമൊന്നും നോക്കത്തില്ല. It is a non-intelligent network device that sends message to all port. Okay, hub എന്ന് പറയുന്നത് വരുന്ന സിഗ്നലിനെ മറ്റുള്ള എല്ലാ പോർട്ടിലേക്കും സെൻഡ് ചെയ്യും. Okay, non-intelligent network device ആണ് hub. Okay. Hub is a non-intelligent network device. It primarily broadcasts message. Message ne broadcast ചെയ്യും. So the collision domain on all domains connected to the hub stays one. അപ്പോൾ ഈ ഹബിനകത്തോട്ട് വരുന്ന സിഗ്നലിനെ എല്ലാ ഭാഗത്തോട്ടും എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള റിപ്ലൈയും അതേ രീതിയിൽ തന്നെ വരും. അപ്പോൾ ഈ ഹബ്ബ് ഒരു കൊളീഷൻ ജംഗ്ഷൻ ആയിട്ട് മാറും ആക്ച്വലി. ഓക്കെ, സോ ദ കൊളീഷൻ ഡൊമെയിൻ ഓഫ് ഓൾ നോഡ്സ് കണക്റ്റഡ് ത്രൂ ദ ഹബ്ബ് സ്റ്റേസ് 1. അപ്പോൾ ആ ഒരു ഹബ്ബിലായിരിക്കും എല്ലാ കൊളീഷനും സംഭവിക്കുന്നത്. ട്രാൻസ്മിഷൻ മോഡ് ഈസ് ഹാഫ് ഡ്യൂപ്ലക്സ്. അപ്പോൾ അതിനകത്തുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ് ഹാഫ് ഡ്യൂപ്ലക്സ് ആണ് സ്വിച്ചിനകത്ത് വരുന്നത്, സ്വിച്ചിനകത്തുള്ള ഹബിനകത്ത് വരുന്നത്. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ രണ്ട് സൈഡിലായിട്ടും ഉണ്ടാവും, പക്ഷെ വൺ സൈഡ് അറ്റ് എ ടൈം അല്ലേ. ഒരു സൈഡിലോട്ട് ഒരു സമയത്ത് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യൂ, അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. കൊളീഷൻസ് മേ ഒക്കർ ഡ്യൂറിങ് സെറ്റപ്പ് ഓഫ് ട്രാൻസ്മിഷൻ വെൻ മോർ ദാൻ വൺ കമ്പ്യൂട്ടർ പ്ലേസ്ഡ് ഡാറ്റ സൈമൾട്ടേനിയസ്ലി ഇൻ ദ കറസ്പോണ്ടിങ് പോർട്ട്. അപ്പോൾ ഒരു പോർട്ടിനകത്തോട്ട് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ കൊളീഷൻസ് സംഭവിക്കും. ഡാറ്റ പരസ്പരം എന്താണ് കൂട്ടിമുട്ടും. Since they lack intelligence to computer best path for the transmission data, the inefficiencies and wastage occur. അപ്പോൾ ഈ ഡാറ്റ എന്താണ് ഇൻ്റലിജൻസ് സർവീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് ബാൻഡ് വിഡ്ത്ത് വേസ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, എഫിഷ്യൻസി കുറവായിരിക്കും. മറ്റേ സ്വിച്ചിനേക്കാളും റൗട്ടറിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും ഒക്കെ എന്താണ് എഫിഷ്യൻസി കുറവായിരിക്കും, വേസ്റ്റ് കൂടുതലായിരിക്കും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് വേസ്റ്റ് ആണ്. ഓക്കെ, ദേ ആർ പാസീവ് ഡിവൈസസ്. ദേ ഡോണ്ട് ഹാവ് എനി സോഫ്റ്റ്വെയർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ദേ ജനറലി ഹാവ് ഫ്യൂർ പോർട്ട് ഓഫ് 4 to 12. അപ്പോൾ പാസീവ് ഡിവൈസ് ആണ്. അതിനകത്ത് എന്താണ് വേറെ സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ ഡ്രൈവറോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണക്ട് ചെയ്യുക, പവർ കണക്ട് ചെയ്യാം, സിഗ്നൽ ട്രാൻസ്ഫർ ആയിക്കോളും. പിന്നെ ടൈപ്പ് ഓഫ് ഹബ്ബ്, പ്രത്യേകിച്ച് 3 തരത്തിലുള്ള ഹബ്ബുകളാണ് വരുന്നത്. ഓക്കെ, ആക്റ്റീവ് ഹബ്ബ്, ഇൻ്റലിജൻറ്റ് ഹബ്ബ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, ആക്റ്റീവ് ഹബ്ബ് ആൻഡ് ഓക്കെ. ടെക്നോളജി വരുന്നതിനനുസരിച്ച് സാധാരണ ഒരു ഹബ്ബിനേക്കാളും കൂടുതൽ ഫീച്ചറുള്ള ഹബ്ബുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് പറയുന്നത്. ഹവർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി, ആക്റ്റീവ് ഹബ്സ് ആൻഡ് ഇൻ്റലിജൻസ് ഹബ് കെയിം ഇൻ ടു യൂസ്. ഇപ്പോൾ 3 തരത്തിലുള്ള ഹബ്ബാണ്. ഒന്ന് പാസീവ് ഹബ്ബ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്തത്. പിന്നെ ആക്റ്റീവ് ഹബ്ബ്, ഇൻ്റലിജൻറ്റ് ഹബ്ബ്, അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പാസീവ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ കണക്ട് നോഡ്സ് ഇൻ എ സ്റ്റാർ കോൺഫിഗറേഷൻ ബൈ കളക്ടിങ് വയറിംഗ് ഫ്രം 1 nodes. They broadcast a signal to other network without amplifying or regenerating. They cannot extend the range of distance between the nodes. They limit the size of line. അപ്പോൾ പാസീവ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ്
ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ആക്റ്റീവ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. ഓക്കെ, ആക്റ്റീവ് ഹബ് ആംപ്ലിഫൈ ഓർ റീജനറേറ്റ് ഇൻകമിങ് സിഗ്നൽസ് ബിഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ദം. They have their own power supply and serves as both repeater as well as connecting center. Due to their regenerating capabilities, they can extend the maximum distance between nodes, thus increasing the size of lamp. അപ്പോൾ ആക്റ്റീവ് ഹബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ചെറിയൊരു ഇൻ്റലിജൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ റീജനറേഷൻ നടക്കുന്നുണ്ട് ആക്റ്റീവ് ഹബിനകത്ത്. ഇപ്പോൾ സിഗ്നൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവല് ഡിറ്റക്ട് ചെയ്തിട്ട് ഒന്നിന് സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യും, നമ്മുടെ സ്വിച്ചുകളൊക്കെ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പോൾ സ്വിച്ചിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഹബ് വെച്ചിട്ട്. അപ്പോൾ ചെറിയ ഒരു രീതിയിലുള്ള ആംപ്ലിഫിക്കേഷനും റീജനറേഷനും ഒക്കെ ആക്റ്റീവ് ഹബിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇൻ്റലിജൻറ്റ് ഹബിനകത്ത് ഇൻ്റലിജൻറ്റ് ഹബ് ഓർ ആക്റ്റീവ് ഹബ് ദാറ്റ് പ്രൊവൈഡ് അഡീഷണൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസ്. They can perform variety of functions of more intelligent network device like network management, switching and providing flexible data rate etc. അപ്പോൾ സാധാരണ ഹബിനേക്കാൾ ഇൻ്റലിജൻറ്റ് ഹബിന് നെറ്റ്വർക്കിങ്ങിനകത്ത് കുറച്ചുകൂടെ ഡിസിഷൻ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ സ്വിച്ചിങ്, ഏതൊക്കെ ഡിവൈസിലേക്കാണ് ഡാറ്റ സ്വിച്ച് ചെയ്യേണ്ടത്, പിന്നെ ഡാറ്റ റേറ്റ്, ഓക്കെ, പ്രൊവൈഡിങ് ഫ്ലെക്സിബിൾ ഡാറ്റ റേറ്റ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാൻ ഇൻ്റലിജൻറ്റ് ഹബിനകത്ത് പറ്റും. ഓക്കെ, സാധാരണ ഹബ് 3 രീതിയിലാണ്: പാസീവ് ഹബ്, ആക്റ്റീവ് ഹബ്, ഇൻ്റലിജൻറ്റ് ഹബ്. അപ്പോൾ ഓരോന്നിനെ പറ്റിയും ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കാം. പിന്നെ ബ്രിഡ്ജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹബ് വരെ ആക്കി നിർത്താം.